ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നെഞ്ചിലെ സ്വന്തം ബ്രിട്ടാസ്. അതെ, ബ്രിട്ടാസ്. അദ്ദേഹത്തെ CPM രാജ്യസഭാ കക്ഷി നേതാവായിട്ട് ഇപ്പോൾ അവരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് ബികാസ് രഞ്ജൻ ഭട്ടാചാര്യയാണ്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് ബ്രിട്ടാസിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നത്. നിലവിൽ ഉപനേതാവൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടാസിന് മാത്രം എന്തുകൊണ്ട് അടിക്കടി പ്രമോഷൻ പല തരങ്ങളിൽ അതായത് ബ്രിട്ടാസിൻ്റെ ഒരു വരവ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ലൈഫ് ലൈൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ബ്രിട്ടാസ് പെട്ടെന്നൊന്നും എത്തപ്പെടാൻ പറ്റാത്ത തലങ്ങളിലേക്കാണ് ഇതുവരെയും ഉയരങ്ങളിലേക്ക്, അതെ, ആ ഒരു ഉയരങ്ങളിലേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള ഈ ഒരു കെമിസ്ട്രി ആയിരിക്കും? ആ ഒരു കെമിസ്ട്രി എന്താണ് മനസ്സിലാവുന്നില്ല. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് പിന്നെ ഇപ്പൊ KK രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതുപോലെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ഓരോ വ്യക്തികളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ആൾക്കാരായിട്ട് അദ്ദേഹത്തിന് ഓരോരുത്തരുണ്ട്. അതിൽ ഒരാള് അദ്ദേഹത്തിന് നമ്മളൊരു പിന്നെ നമ്മുടെ കയ്യിൽ 5 വിരലെന്ന് പറയുന്നത്, ഈ 5 വിരലുകൾ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അദ്ദേഹം പലയിടത്തായിട്ട് എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയത് മുതൽ മുഖ്യമന്ത്രി ആകുന്നത് വരെ അദ്ദേഹം അങ്ങനെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ കൊടുത്തിട്ടാണ് പലരെയും, അത് പേര് പറയാനാണെങ്കിൽ പലരുമുണ്ട്. അതിൽ ഒരാളാണ് ബ്രിട്ടാസ്. ബ്രിട്ടാസ് ദേശാഭിമാനി പത്രത്തിന്റെ ഡൽഹി ലേഖകനായി, ഒരു ബുദ്ധിജീവിയായി, സഞ്ചിയും തൂക്കി ജൂബയും ഒക്കെ ധരിച്ച് നടന്ന ബ്രിട്ടാസാണ്. ഈ ബ്രിട്ടാസ് ഇപ്പൊ ഈ കാണുന്ന രാജ്യസഭാ അംഗം ആയതിന്റെ പിന്നിൽ ബ്രിട്ടാസിന്റെ കഠിനമായ പരിശ്രമമുണ്ട്. കഠിനമായ പരിശ്രമം എന്ന് പറയുമ്പോൾ കഠിനമായ പരിശ്രമം, അത്ര കഠിനമായിരുന്നു. ആ കഠിനമായ പരിശ്രമത്തിന്റെ ഒരു ബുക്കിന്റെ 50 പേജാണെങ്കിൽ 50ാമത്തെ പേജിന് എത്തുന്നതിന് മുമ്പ്, ഇപ്പൊ 50ാമത്തെ പേജ് എത്തി നിൽക്കുകയാണെങ്കിൽ ആ 50ാമത്തെ പേജ് വരെയുള്ള അദ്ദേഹത്തിന്റെ കഠിന ശ്രമത്തിന്റെ അവസാനത്തിൽ ഇപ്പൊ അദ്ദേഹത്തിൽ നിൽക്കുന്നത് ഇതാണ്. ഇനിയും അദ്ദേഹം ഉയരും. അത് ചിലപ്പോൾ പിണറായി വിജയൻ വഴി ആവണമെന്നില്ല. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കാലാകാലങ്ങളിലായി ആരൊക്കെയാണോ ഇതിന്റെ നാഥനായിട്ടുള്ളത്, ആ നാഥൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന പോലെ ആ ഐശ്വര്യം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കും. അതാണ് ബ്രിട്ടാസിന്റെ രീതി. മാത്രമല്ല CPM-നകത്ത് എല്ലാം അങ്ങനെയാണ്. ബ്രിട്ടാസ് അത് നന്നായി വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, നല്ല വൃത്തിയായി മെനയായി ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമാണ് ബ്രിട്ടാസിന് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പദവി. വേറൊന്നും കൂടെ ഉണ്ട്, അദ്ദേഹം ഭയങ്കര പാർട്ടിക്കൂറുള്ളവനാണ്, അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവനാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഷോകൾ, അത് പച്ച മലയാളത്തിൽ പട്ടി ഷോ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ആ പട്ടി ഷോയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കണ്ടു. ബ്രിട്ടാസിന്റെ പട്ടി ഷോ എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പട്ടി ഷോ കാണിച്ച് ശരിയായോ എന്ന് വേണമെങ്കിലും ചെന്ന് മുഖ്യമന്ത്രിയുടെ ചോദിക്കും. അവിടെ അദ്ദേഹം മുതുകി തട്ടി പറയും, നന്നായി മക്കളെ, കയറിവാടാ മക്കളെ എന്ന് പറഞ്ഞ പോലെ നന്നായിടാ മക്കളെ എന്ന് അദ്ദേഹം പറയും. അങ്ങനെയുള്ള ബ്രിട്ടാസ് എങ്ങനെ ഇന്നിപ്പോ ഇതിൽ വന്നെന്ന് വെച്ചാൽ, ഒന്ന്, ഈ മധുര പാർട്ടി കോൺഗ്രസ് നടന്നപ്പോ നമ്മൾ ആരും വിചാരിച്ചില്ല ഇദ്ദേഹം CC-യിലെ ക്ഷണിതാവൊക്കെ ആവുന്നു. എന്തിനാ ഈ പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ CC-യിൽ അംഗമാക്കി എന്നുള്ള കാര്യം അറിയാവോ? അതായത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പരമോന്നത പദവിയിൽ ഒന്നാണ് ഈ സെൻട്രൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ സെൻട്രൽ കമ്മിറ്റിക്കകത്ത് അവിടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ ഈ പറയുന്ന പോലെ അവിടെ നിന്നൊരു ഇലയനക്കം ഉണ്ടായാൽ സഖാവെ ഇന്നതുപോലെ ഇന്നതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഈ ഫയൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അത് ഒപ്പിട്ടേക്കും. അല്ലെങ്കിൽ സഖാവ് ബേബി ആണല്ലോ ഇപ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു കൾച്ചർ വെച്ചിട്ട് നോക്കുമ്പോൾ കണ്ണൂരുകാരെ ഇന്ന് വരെ പാർട്ടിയുടെ തലപ്പത്ത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ കൊല്ലംകാരനായ ബേബി പാർട്ടി സെക്രട്ടറി ആകാതിരിക്കാൻ, ജനറൽ സെക്രട്ടറി ആകാതിരിക്കാൻ കഴിവതും കളിയൊക്കെ നോക്കി. പക്ഷെ കേരള ഘടകത്തിൽ നിന്ന് യോഗ്യതയുള്ള വേറെ ആരുമില്ല. കാര്യം കോവിന്ദിന് ഭാഷ അറിയണം, ഹിന്ദി ഭാഷ കോവിന്ദിന് അറിയില്ല. പിന്നെ ആരെ പിടിച്ചാക്കും? ഹിന്ദിയോ ഇംഗ്ലീഷോ കൈകാര്യം കോവിന്ദിന് അറിയണ്ടേ? അല്ലെങ്കിൽ വേറെ ആരെ പേര് ഇതിൽ പറയാനുണ്ട്? അപ്പോൾ ഇതേപോലെ ബേബിയെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ ബേബി ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ബേബി ഈ VS-നൊപ്പം നിന്ന് പിന്നെ CITU പക്ഷത്തെ വെട്ടിനിരത്തിയ ഒരു പാരമ്പര്യം ബേബിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴും കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവർ തന്നെയാണ് ഈ പാർട്ടിക്കകത്തുള്ളത്. ഇപ്പൊ പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആകുന്ന മുമ്പ് VS ഇതിന്റെ സ്ട്രോങ് ആയിരുന്ന സമയത്ത് ഒരു സമയം VS-നൊപ്പം നിന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പം മാറി കാര്യം കാണാൻ വേണ്ടി പിണറായിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അത് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പേരൊക്കെ പറയാൻ നമുക്ക് ഉളുപ്പുണ്ട് പറയാനായിട്ട്, അതുകൊണ്ട് പേര് പറയാത്തെ. അപ്പൊ ഏതായാലും പിന്നെ ഇപ്പോ പിണറായി വിജയനാണ്
ഫണ്ട് ഡൊണേറ്റർ. അതായത് ചുരുക്കി പറഞ്ഞാൽ 150 കോടി രൂപയുടെ AKG സെന്ററിന്റെ പുതിയ പാളയത്തേരി AKG സെന്റർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഈ AKG സെന്ററിന്റെ ആധാരം ആരെടുത്തെന്ന് പോലും അറിയില്ല. പാർട്ടി ജനറൽ സെക്രട്ടറിയെ ഇവിടെ വെറും സ്റ്റാമ്പായിട്ട് തൂണായിട്ട് നിർത്തിയിട്ട് ഉദ്ഘാടിച്ചത് മുഖ്യമന്ത്രിയാണ്, നാടമുറിച്ചത്. അപ്പൊ അങ്ങനെയുള്ള പിണറായി വിജയന്റെ സ്വന്തം ആളായിട്ടുള്ള ബ്രിട്ടാസിനെ ഇദ്ദേഹം എന്ത് ചെയ്യാനാണ്? പിണറായി വിജയന് ഇതൊക്കെ ആക്കി കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ വിശ്വസ്തരാവാനായിട്ട് 2 തരമുണ്ട് വിശ്വസ്തര്. അതെ അതെ അതെ. അതായത് വിശ്വസ്തരുടെ 2 തരം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ന്യൂസ് ചോർത്തി കൊടുക്കുക എന്നുള്ളതാണ്. 2 ആ വഴി പോയാൽ നിനക്ക് മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിവേചന ബുദ്ധിയുള്ള ഒരു വിശ്വസ്തനുണ്ടാവും. ഇതിൽ ആദ്യം പറഞ്ഞതാണ് ഈ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം കാണാനായി, തന്റെ കാര്യം കാണാനായി ഏത് തറപ്പണിയും, അതായത് അതെ, ആ തറപ്പണിയാണ് ഞാൻ പറഞ്ഞത്, വിവരം ചോർത്തുക എന്നുള്ളത്. ആ വിവരം ചോർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട അതുകൊണ്ടാണല്ലോ ചേട്ടൻ പറഞ്ഞ പോലെ പാർട്ടിയിൽ ആ സ്ഥാനത്ത് കയറ്റി വെച്ചത്. അതെ, CCയിൽ ഇപ്പോ അദ്ദേഹത്തിന് മധുര പാർട്ടി കോൺഗ്രസിലെ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോ ആ പറയുന്ന CCയിൽ എന്ത് നടക്കുന്നു, CCയിൽ ഇന്ന നീക്കം നടക്കാൻ പോവുകയാണ്. തന്റെ മകൾക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ED അന്വേഷണം വരുമ്പോൾ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഇന്ന തീരുമാനം എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പാർട്ടി ഇന്ന തീരുമാനം എടുക്കാൻ പോകുന്നു, ഡൽഹിയിൽ ഇങ്ങനെ ഒരു തീരുമാനം വരാൻ പോകുന്നു. ഇതൊക്കെ ചോർത്തി കിട്ടാനാണ് CCയിൽ പാർട്ടിയിൽ വേറെ ആരെല്ലാം ഉണ്ടായിരുന്നിട്ട് ക്ഷണിതാവായി എടുത്ത് ഈ ഐറ്റത്തിനെ വെച്ചത്. ഈ ഐറ്റം മാത്രമല്ല, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച വിഷയത്തിൽ വീണ ജോർജിന് എന്ത് യോഗ്യതയാണ് സംസ്ഥാന ഘടകത്തിൽ ക്ഷണിതാവായി കയറി വരാൻ? പത്മകുമാർ ശോഭിച്ച് പത്മകുമാറിനെ തരം താഴ്ത്തി ഇവിടെ പത്തനംതിട്ടയിൽ. അപ്പൊ അങ്ങനെയുള്ള കുറെ ഏറാമൂളികളിൽ ഒരു ഏറാമൂളിയാണ് ഈ ബ്രിട്ടാസിനെ നാം കാണക്കുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അദ്ദേഹം വഖഫ് വിഷയത്തിലാണ് സുരേഷ് ഗോപി കമ്മീഷൻ സിനിമയിൽ ഷീറ്റ് അഭിനയിച്ചെങ്കിൽ അതിനേക്കാളും ഷീറ്റായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് സുരേഷ് ഗോപിക്ക് ഇയാൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് പട്ടി ഷോ എന്ന് പറഞ്ഞത്. അതല്ല ചേട്ടാ, അവിടെ വേറെ മറ്റൊരു കാര്യമുണ്ട്. എവിടെ രാജ്യസഭയിൽ വന്ന് അദ്ദേഹം വലിയ വായിലൊക്കെ പ്രസംഗിക്കും, പക്ഷെ തിരിച്ചുള്ള മറുപടി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രിട്ടാസിന്റെ വായടയും. തീർച്ചയായിട്ടും ബ്രിട്ടാസ് ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്. അപ്പൊ ബ്രിട്ടാസിന്റെ അടുത്ത് ചോദ്യം ചോദിക്കുക. അപ്പൊ അണ്ണാമലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ അണ്ണാമലൈ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ബ്രിട്ടാസിന്റെ ഒരു രീതി അദ്ദേഹം കാണിച്ചത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ആ ഒരു വിഷയത്തെ പറ്റി ഘോരഘോരം പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു തീരണ വരെ മറ്റുള്ളവരെല്ലാം പാനലിസ്റ്റ് എല്ലാം നിന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു. പക്ഷേ അപ്പോൾ ആങ്കർ ചോദിക്കുകയാണ്, ഈ പറഞ്ഞതിലും വസ്തുതയില്ലേ, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ബ്രിട്ടാസിന്റെ ഒരു ആംഗ്യം എന്ന് പറഞ്ഞു, ഇല്ലില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പറഞ്ഞതിനപ്പുറം എനിക്ക് അപ്പുറവും പറയാൻ പറ്റില്ല, ഇപ്പുറവും പറയാൻ പറ്റൂല, പഠിച്ചതേ ഞാൻ പാടുള്ളൂ. അതായത് മറ്റൊന്നും ചിന്തിക്കില്ല, തനിയൊരു അന്തം കമ്മി. കമ്മികളുടെ തലയിൽ ഈ പറയുന്നത് പോലെ ഒരു ചിന്തിക്കാനുള്ള ഒരു ശേഷിയില്ലല്ലോ, അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ പറയുമ്പോൾ അന്തം കമ്മി എന്ന് കൂടി നമുക്ക് പറയാൻ കഴിയില്ല. അന്തം കമ്മി എന്നും അങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു കമ്മി എന്ന് മാത്രമേ ബ്രിട്ടാസിനെ പറയാൻ കഴിയുള്ളൂ. ഇനി ഇതിലപ്പുറവും ഒന്നുകൂടെ പറയാനുണ്ട്. ഈ ശിവദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യസഭയിൽ മെമ്പറായിട്ട് 2ാമത്തെ ടൈം ഇരിക്കുന്ന ഒരു കണ്ണൂരുകാരനായ നേതാവുണ്ട്. അയാളെ കൂടി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ബ്രിട്ടാസിനെ രാജ്യസഭയിൽ ഇപ്പോ CPM നേതാവായിട്ട് അർഹതയുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഇത്തരം ഏറാമൂളികൾക്ക് ഇപ്പോ CPM എന്ന് പറയുന്നത് ഏറാമൂളികൾ സമം CPM എന്നാണ് ഈ പാർട്ടിയുടെ പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.